തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 13 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 20 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയും തിരുവചനങ്ങൾ. ചിലറ്റും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. സാധാരണ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം എപ്പോഴാണ് അസ്വസ്ഥമാവുന്നത്? നാം ക്രിസ്തുവിൻ്റെ പിന്നാലെയാണെന്ന ബോധ്യമില്ലാതെ വരുമ്പോൾ, ജീവിതത്തിൽ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുമ്പോഴും അവൻ്റെ പിന്നാലെ അല്ലാതെ പോകുമ്പോഴുമാണ് ജീവിതം അസ്വസ്ഥമാവുന്നത്, ഹൃദയം ഭാരപ്പെടുന്നത്. ക്രിസ്തു സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് തിരികെ വരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. അങ്ങനെ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അവർ ചോദിക്കുന്നു, എവിടേക്കാണ് പോകുന്നത്? യേശു പറയും, വഴിയും സത്യവും ജീവനും ഞാനാണ്. പിതാവിലേക്കുള്ള വഴി അറിഞ്ഞാൽ മതിയെന്നാണ് ശിഷ്യന്മാർ പറയുക. ക്രിസ്തു അല്ലാതെ വേറെ വഴിയില്ല. എന്താണ് ക്രിസ്തു വഴിയായി മാറുന്നത്? ക്രിസ്തുവിൻ്റെ ജീവിതം വഴിയാണ്, ദൈവത്തിൻ്റെ പക്കലേക്കുള്ള വഴി, പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി. പിതാവിൻ്റെ പക്കലേക്ക് എങ്ങനെയാണ് കടന്നു പോകാൻ കഴിയുക? ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് അത് വരച്ചു കാട്ടുന്നുണ്ട്. അത് ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങലാണ്, അല്ലെങ്കിൽ സ്വയമുപേക്ഷ കൊണ്ടാണ്, കുരിശിലെ അർപ്പണം കൊണ്ടാണ്. ജീവിതം അർപ്പണമാക്കി മാറ്റുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിനെ പിൻചൊല്ലാൻ കഴിയൂ, പിതാവിൻ്റെ പക്കൽ എത്തിച്ചേരാൻ കഴിയൂ എന്ന് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും. ജീവിതം അപ്രകാരം ഒരു യാത്രയാണെന്ന് തിരിച്ചറിയുകയും ക്രിസ്തുവിനെ പ്രതി ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളെയും കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും കുരിശായി സ്വീകരിക്കുകയും അവൻ്റെ പിന്നാലെ യാത്രയാകുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സാമാന്യ വഴിയിൽ വെച്ച് നാം ഇത്തരം ക്ലേശങ്ങളിൽ നിന്ന്, കുരിശുകളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നുണ്ട് പലപ്പോഴും. അവയെ മാറ്റിത്തരണമേ എന്ന്, ആ വഴിയിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കണമേ എന്ന് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിപരീതമായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. കർത്താവെ, എന്നെ ഈ ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കണമേ, ഈ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നൊക്കെ നാം വിലപിക്കുമ്പോൾ ക്രിസ്തു കുരിശിൽ സഹിച്ച സഹനത്തെ എതിർക്കുന്നവരായിട്ട് നമ്മൾ മാറാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടതകളെയൊക്കെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് വഴിയും സത്യവും ജീവനുമായ അവൻ്റെ പിന്നാലെയാണ് നമ്മുടെ യാത്രയെന്ന് ഉറപ്പിക്കാൻ പറ്റുക. അപ്രകാരം ഒരു ഉറപ്പോടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോഴാണ് പിതാവിൻ്റെ സന്നിധിയിൽ ആശ്വാസത്തിനിടമുണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാവുക, സംതൃപ്തി അനുഭവിക്കുക. ക്രിസ്തുവിൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ എങ്ങോട്ടാണ് അവൻ പോകുന്നതെന്ന് തങ്ങൾക്കറിഞ്ഞുകൂടെന്നാണ് തോമസ് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം അതാണല്ലോ. ഈ കഷ്ടതയും ഞെരുക്കവും ക്ലേശമൊക്കെ എങ്ങോട്ടുള്ള യാത്രയുടെ ഭാഗമാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യമെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും ധ്യാനിക്കുന്നുണ്ടാകാം, പക്ഷെ ജീവിതത്തിൻ്റെ ക്ലേശം എന്തിനുള്ളതാണ്? എങ്ങോട്ടാണ് ഈ ക്ലേശത്തിലൂടെ യാത്രയാകുന്നത്? ഈ കഷ്ടതയും സഹനവും ഒക്കെ ഏത് യാത്രയ്ക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്നത് എവിടേക്കാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നേയില്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ആകസ്മികമായി സംഭവിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ അബദ്ധമായി സംഭവിക്കുന്നതാണ്, മറ്റുള്ളവരുടെ കുറവ് മൂലം സംഭവിക്കുന്നതാണ്, അവർ എന്നെ ദ്രോഹിക്കുകയാണ്. ഈ നിലയ്ക്ക് ലോകത്തിൻ്റെ എതിർപ്പാണെന്നും ലോകത്തിൻ്റെ നമ്മോടുള്ള വിയോജിപ്പാണെന്നും ആക്രമണമാണെന്നും ലോകം നമ്മുടെ നേരെ നടത്തുന്ന പീഡകളാണെന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നാം നിത്യതയിലേക്ക് കടന്നു പോവുകയാണ്, പിതാവിലേക്ക് കടന്നു പോവുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കിടമുണ്ട്. ആ യാത്ര ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാകൂ. ക്രിസ്തുവിൻ്റെ ആ യാത്ര ക്ലേശങ്ങളിലൂടെ, പീഡകളിലൂടെയുള്ള യാത്രയാണ്. ആ യാത്രയോട് പങ്കുചേരുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളും എന്ന് നാം തിരിച്ചറിയണം. ജീവിത സഹനങ്ങൾ ഇങ്ങനെ ലാഭകരമാണെന്ന് പറഞ്ഞാൽ സാമാന്യമായി ഉണ്ടാകുന്ന എന്താണ്? നമ്മൾ തമ്മിൽ തെറ്റും, പിന്നെ അത് കേൾക്കാൻ ആളില്ല. ഈ സത്യം പറയുമ്പോൾ എപ്പോഴും പ്രശ്നമുണ്ടാവും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ വളരെ ക്ഷീണിതനായി ബലഹീനനായിരുന്നു, രോഗഗ്രസ്തനായിരുന്നു, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്നെ ഒരു ദൈവദൂതനെ പോലെ സ്വീകരിച്ചു. പിന്നെ ഇപ്പം എന്താ കുഴപ്പം പറ്റിയത്? എന്നിട്ട് നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ലീഹ പറയുകയാണ്, നിങ്ങളിപ്പോൾ എന്നെ എതിർക്കുന്നത് എന്താണ്? എതിർക്കുന്നതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ, സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ എതിർക്കാൻ തുടങ്ങുന്നു എന്നാണ്, അല്ലെങ്കിൽ എന്നോട് വിയോജിപ്പുണ്ടാകുന്നു എന്നാണ് സ്ലീഹ ചോദിക്കുക. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്നെയും സഹനങ്ങളുടെ വഴിയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തു തന്നെ മുറിച്ചു വിളമ്പുന്നതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അവർ വേറെ വഴി അന്വേഷിച്ച് പോകുന്നുണ്ട്.
അവർക്കത് ഒരുവനെങ്ങനെ സ്വയം ഭക്ഷണമായി നൽകാൻ കഴിയും എന്ന് ചോദിച്ച് അവർ അവനെ വിട്ടിട്ട് പോകുന്നുണ്ട്. ഈ വചനം കഠിനമാണെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കഠിനമായി മാറുന്ന എപ്പോഴാണ്? വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ്. ഇവനിലൂടെയുള്ള യാത്ര, ക്ലേശങ്ങളിലൂടെയുള്ള യാത്ര നിത്യതയിലേക്കാണെന്നും രക്ഷാനുഭവത്തിലേക്കാണെന്നും ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് ക്രിസ്തുവചനം കഠിനമായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണമെന്ന് പറയുമ്പോൾ നമുക്ക് കഠിനമായി തോന്നുമെങ്കിൽ അതിനർത്ഥം ഇതാണ്: നാം അന്വേഷിക്കുന്നത് ക്രിസ്തുമാർഗമല്ല. അങ്ങനെ പറഞ്ഞിട്ട് ശ്ലീഹ സഭയുടെ ഒരു മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. തൻ്റെ വേദനകളെക്കുറിച്ചോ ക്ലേശങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ അല്ല ശ്ലീഹ പറയുക, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്രകാരം സഭ നിരന്തരമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നോവ് അനുഭവിക്കുന്നുണ്ട്. വിശുദ്ധാത്മാക്കൾ നമുക്ക് വേണ്ടി നിരന്തരമായി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അത് ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് നമ്മുടെ സഹന വഴികളിലാണ്, ക്ലേശങ്ങളിലാണ്, തിരസ്കരണാനുഭവങ്ങളിലാണ്, അപമാനങ്ങളിലാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കടങ്ങളും ക്രിസ്തു നമ്മിൽ അനുരൂപപ്പെടുന്നതിൻ്റെ നിമിഷങ്ങളായി കാണാൻ പറ്റും. അവയെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പറ്റും. ക്രിസ്തുവിൽ ഒന്നായി തീരാൻ പറ്റും. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, അപ്രകാരമായി തീരാൻ ആത്മാവിൻ്റെ അധിക ബലത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.